ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുറച്ച് റവയും പിന്നെ ഒരു ഉരുളൻകിഴങ്ങും വെച്ചിട്ട് ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് 2 നുള്ളു ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ എണ്ണയിൽ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1.5 കപ്പ് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3/4 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കണം. വറുക്കാത്ത റവയാണ് ആഡ് ചെയ്യുന്നത്. റവ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് മൂടി വയ്ക്കണം തണുക്കാൻ വേണ്ടിയിട്ട്. റവയൊന്ന് തണുത്ത വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഉരുളൻകിഴങ്ങ് നമുക്ക് പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് അത് മാഷ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് മാഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ആഡ് ചെയ്ത് കൊടുക്കാം. റവ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുറേശ്ശെ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ചെറിയ റോളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. റോളുകളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് അത് ഒരേ വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കുറച്ചും കൂടെ ഇതിൻ്റെ നീളവും വീതിയും ഒക്കെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. കുറച്ചും കൂടെ വണ്ണം കുറഞ്ഞ് നിങ്ങൾക്ക് ഉരുട്ടി എടുക്കാം. എല്ലാം ഒരേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദാപ്പൊടി വിതറി കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഷേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് എണ്ണ ചൂടാകുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആകുന്നത് വരെയും നമുക്കിത് കുക്ക് ചെയ്യണം. നന്നായിട്ട് കളർ ചേഞ്ചായി വന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കത് കോരിയെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മുളക് നല്ലൊരു കോമ്പിനേഷനാണ്. മുളകിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഒന്ന് കീറി കൊടുത്തിട്ട് നമ്മൾ ഈ വറുത്ത എണ്ണയിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ മുളക് കോരിയെടുത്ത് ഇത് നമ്മുടെ ഈ റവ റോളിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ അത് സമോസയുടെ കൂടെയും ഇതേപോലെ മുളക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ റവ റോള് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്തൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം.